മഞ്ഞൾ ശോഭ പറഞ്ഞ ദേ ഈ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ ദിവസവും രണ്ട് പാർട്ടിയിൽ നിന്ന് ആളുകൾ BJP-യിലേക്ക് വരികയാണ്. ഇനി ഒരു ചെറുപ്പക്കാരൻ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞങ്ങൾ BJP-യിൽ ഷാളിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ്. കേട്ടോ, പോണ വഴിയിൽ ഒരു പയ്യൻ കാത്തു നിൽപ്പുണ്ട്. അവനെ ഷോൾ ഇട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ പോവുകയാണ്. ആരാണ് ആ പോണ വഴിയിലെ പയ്യൻ? സ്വാഭാവികമായിട്ടും പാലക്കാട് കേന്ദ്രീകരിച്ച് ആ സെന്റൻസ് ചേർത്ത് വയ്ക്കുമ്പോൾ മാങ്ങാണ്ടിയാണോ ഉദ്ദേശിച്ചത് എന്ന സംശയം ബലപ്പെടുകയാണ്. രാഹുൽ മാങ്ങാണ്ടിക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിച്ചു. ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ BJP-യിൽ എത്തണം. കാര്യം നിങ്ങൾക്കറിയാലോ, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന PK ശശി അദ്ദേഹം ആരോപണ വിധേയനായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നു. അന്നു മുതൽ അദ്ദേഹത്തിന്റെ പീഡന തീവ്രതയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷം വിട്ട് നേരെ UDF-ന്റെ പാളയത്തിലെത്തിയപ്പോൾ ആ പീഡനക്കറയെല്ലാം കഴുകിക്കളഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിൽ പീഡനത്തെ തുടർന്ന് നാട്ടുകാർ പൊങ്കാലയിട്ട് നിവർത്തികേട് കൊണ്ട് പുറത്താക്കേണ്ടി വന്ന വ്യക്തിക്ക് ഇനി കോൺഗ്രസിനകത്ത് സാധ്യതയില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഇനി സാധ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അടുത്ത വാഷിംഗ് മെഷീൻ ഏതാണ്? അത് BJP-യാണ്. എന്തായാലും മാങ്ങാണ്ടിയെ സംബന്ധിക്കുന്നിടത്തോളം പ്രഖ്യാപിത ശത്രുക്കൾ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിലേക്ക് എന്തായാലും വരില്ല. സ്വാഭാവികമായിട്ടും ശോഭേച്ചിയെ കാണാൻ വഴിയിൽ ഒരു പയ്യൻ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ പയ്യനെ കുറിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ, അവനെ ഷോളിട്ട് നമ്മൾ ചേർക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പാലക്കാടത്തെ ആ പയ്യൻ ആരായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ സെന്റൻസ് നേരെ വിരൽ ചൂണ്ടുന്നത് രാഹുൽ മാങ്ങാണ്ടി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ശോഭാ സുരേന്ദ്രൻ വഴി BJP-യിൽ എത്താൻ സാധ്യതയുണ്ട് എന്നാണ്. അല്ലാതെ പേരും ഊരും പറയാതെ ഒരു പയ്യൻ കാത്തു നിൽക്കുന്നു എന്ന് മാധ്യമങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു അപ്രധാനമായിട്ടുള്ള പയ്യനാകണമെന്നില്ലല്ലോ. പ്രാധാന്യമുള്ള പയ്യനായതുകൊണ്ടാണല്ലോ ഷോൾ അണിയിച്ച് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് മഞ്ഞളേച്ചി തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ വരികൾ സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ BJP പ്രവേശനത്തെ സംബന്ധിച്ചാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. അപ്രതീക്ഷിതമായ മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ഗതി കിട്ടാതെ അലയുന്ന മാങ്ങാണ്ടി ഒടുവിൽ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് പുതു വെളിച്ചമുണ്ടാകാൻ, അല്ലെങ്കിൽ അതിന് പുതുജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇനി കോൺഗ്രസിനെ കാത്തു നിന്നിട്ട് കാര്യമില്ല, നേരെ സംഘപരിവാർ പാളയത്തിൽ എത്തുക എന്ന് ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. അതിനോടൊപ്പം തന്നെ ശോഭേച്ചി ആ പയ്യനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും BJP ചേരാൻ സാധ്യതയുള്ള ഒറ്റ പയ്യനെ പാലക്കാടുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവന് തിരിച്ചുവരവിന് വേണ്ടി കാവി നിക്കറെടുത്ത് അണിയുക എന്നുള്ളതാണ്. അതിന് തയ്യാറായി എന്ന കൃത്യമായ സൂചന തന്നെയാണ് ഈ വാക്കുകൾ. ഓരോ ദിവസവും രണ്ട് പാർട്ടിയിൽ നിന്ന് ആളുകൾ BJP-യിലേക്ക് വരികയാണ്. ഇനി ഒരു ചെറുപ്പക്കാരൻ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞങ്ങൾ BJP-യിൽ ഷാളിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ്.